ഈ ഭൗതിക ലോകം ഒരു പരീക്ഷണങ്ങളുടെ ലോകമാണ് എന്നും ക്ഷമിക്കുന്ന ആളുകൾക്ക് വലിയ വിജയമുണ്ട് എന്നൊക്കെയാണ് നിങ്ങളെ ഖുത്ബയിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ് എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയാം, മനുഷ്യ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും വലിയ പ്രയാസം നിറഞ്ഞതാണ്. ഉമ്മൻ്റെ ഗർഭപാത്രത്തിൽ കിടക്കുന്നത് മുതൽ മനുഷ്യൻ മരിക്കുന്നത് വരെ ഓരോ മേഖലയിലും വലിയ കഠിനാധ്വാനവും പ്രയാസവും ദുഃഖവും ബേജാറും സങ്കടവും. ഇങ്ങനെയാണ് ഈ ദുനിയാവിലെ ജീവിതം അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. എന്തിനാണത്? ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഇദല്ലാ ബുദ്ദ ബഅദ ഹാദിഹി ദാരി മിൻ ദാരിൻ ഉഖ്റാ. ഈ ലോകം പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയൊക്കെ ലോകമാകുമ്പോൾ ഈ ലോകത്തിനപ്പുറം ഒരു സ്വർഗലോകം വളരെ അത്യാവശ്യമാണ്. സ്വർഗലോകം ഉണ്ടായേ പറ്റൂ. എന്താണ് സ്വർഗലോകത്തിന്റെ പ്രത്യേകത? ലിതകൂന തിൽക്കദ്ദാറു ദാറ സആദാതി വല്ലദാതി വൽ കറാമാത്ത്. സ്വർഗം വെറും ആനന്ദങ്ങളുടെയും ബഹുമതിയുടെയും വിജയത്തിന്റെയും ടെൻഷനില്ലാത്ത ലോകമാണ് സ്വർഗം. അപ്പൊ ആ സ്വർഗലോകത്തിനൊരു പ്രസക്തിയും പ്രാധാന്യവും ഉണ്ടാവണമെങ്കിൽ ഈ ലോകം പ്രയാസങ്ങൾ നിറഞ്ഞ ലോകമായി മാറണം. ഇവിടെ തന്നെ മനുഷ്യനിക്ക് സ്വർഗം പോലെ സുഖം മാത്രമേ ഉള്ളൂ, ഒരു പ്രയാസമില്ല, ഒരു ടെൻഷനും ഇല്ല. എന്നാ പിന്നെ ആർക്കാ ഇപ്പൊ സ്വർഗം വേണ്ടി? ഈ ദുനിയാവന്നെ പോരെ. അപ്പൊ സ്വർഗലോകത്തിനൊരു പ്രസക്തിയും പ്രാധാന്യവും മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ സ്വർഗത്തിനോട് എപ്പോഴും ഒരു ശൗഖ്, ഒരാഗ്രഹം, സ്വർഗത്തിലേക്ക് അവന്റെ കണ്ണെപ്പോഴും എത്തി നോക്കണമെങ്കിൽ ഈ ദുനിയാവ് പ്രയാസങ്ങൾ നിറഞ്ഞ ലോകമാവണം. അപ്പൊ മുഅ്മിനീങ്ങൾക്ക് എന്ത് പ്രയാസം ഉണ്ടാവുമ്പോഴും അവന്റെ ചിന്ത എങ്ങനെയായിരിക്കണം? ഇത് അല്ലാഹു തആല എൻ്റെ ചിന്തയെ വലിച്ചു കൊണ്ടുപോവാണ് എവിടേക്ക്? സ്വർഗത്തിലേക്ക്. നീ ജീവിക്കുന്ന ഈ ദുനിയാവ് ഒന്നിനും കൊള്ളാത്തതാടാ, ഇത് പ്രയാസങ്ങൾ നിറഞ്ഞതാടാ, അതുകൊണ്ട് ഇവിടെ ശാശ്വതമായി നിനക്ക് ജീവിക്കാനില്ല. നീ എപ്പോഴും ആഗ്രഹിക്കേണ്ടത് ഒരു പ്രയാസമോ ഒരു ടെൻഷനോ ഒരു വിഷമമോ ഒരു രോഗമോ ഒന്നുമില്ലാത്ത സുഖലോക സ്വർഗമായിരിക്കണം എപ്പോഴും നിന്റെ ചിന്ത. അതിനുവേണ്ടിയാണ് പോലും ദുനിയാവിനെ ഇങ്ങനെ പ്രയാസമുള്ള ലോകമാക്കി അല്ലാഹു തആല സംവിധാനിച്ചത്. പ്രയാസങ്ങളിൽ എപ്പോഴും ക്ഷമിക്കുകയും ഇങ്ങനെയുള്ള നല്ല ചിന്തകളാണ് നമുക്ക് വേണ്ടത്. ഒരിക്കലും ആത്മഹത്യയെ പറ്റിയുള്ള ഒരു ചിന്ത വരെ നമുക്ക് കടന്നു വരാൻ പാടില്ല. ഒരു ഉസ്താദ് ആത്മഹത്യ ചെയ്തത് നമ്മൾ വളരെ വേദനയോടുകൂടെയാണ് കേട്ടത്. കടക്കണിയിൽ പെട്ടിട്ടാണ്. ആത്മഹത്യ കൊണ്ട് എന്ത് പരിഹാരമാണ് ഈ ലോകത്തുണ്ടാവുന്നത്? ആ മരിച്ച മനുഷ്യനിക്ക് എന്തെങ്കിലും പരിഹാരമുണ്ടോ? ജീവിച്ചിരിക്കുന്ന ബാക്കിക്കാർക്ക് എന്തെങ്കിലും പരിഹാരമുണ്ടോ? ഈജിപ്ഷ്യൻ വലിയൊരു കവിയായിരുന്നു മുസ്തഫ ലുത്ഫി അൽ മൻഫലൂത്തി. അദ്ദേഹം പറയുന്നുണ്ട്, വഅഹ്സിബു അന്നൽ ഇൻസാന ലാ യഖ്ദിമു അലൽ ഇൻതിഹാർ വഫീ റഅസിഹി ദർറത്തുൻ മിനൽ അഖ്ലി വശുഊർ. ഒരു മനുഷ്യന്റെ തലയിൽ ബുദ്ധിയുടെ വിവേകത്തിന്റെ ഒരു ലവലേശം, ഒരു തരിമ്പ് ബാക്കിയുണ്ടെങ്കിൽ അവന് ആത്മഹത്യ ചെയ്യാൻ തോന്നൂലാന്ന്. വലിയ ബുദ്ധിയൊന്നും വേണ്ട, ഒരു ലവലേശം, ഒരു ചെറിയ ബുദ്ധി ഒരു മനുഷ്യനിക്ക് ഉണ്ടെങ്കിൽ അയാൾക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നൂലാന്ന്. കാരണം ആത്മഹത്യ കൊണ്ട് ഈ ഭൗതിക ലോകത്തൊരു പരിഹാരമല്ല, ആഖിറത്തിലെ പ്രശ്നത്തിനും പരിഹാരമല്ല. എന്നല്ല, ആത്മഹത്യയോടുകൂടെയാണ് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത്. അതുകൊണ്ട് ആത്മഹത്യ ചെയ്തത് സാധാരണക്കാരനാണെങ്കിലും മൗലാറാണെങ്കിലും ആരാണെങ്കിലും അത് തെറ്റന്നെയാണ്. എന്നല്ല, മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു വൻദോഷങ്ങൾ എണ്ണാൻ വേണ്ടി മാത്രം ഒരു ഗ്രന്ഥമുണ്ടാക്കി. ആ ഗ്രന്ഥത്തിൽ 314 നമ്പർ വൻദോഷ ഏതാ? ഖത്ലുൽ ഇൻസാനി ലിനഫ്സി. ഒരു മനുഷ്യൻ അവന്റെ സ്വന്തം ശരീരത്തെ കൊല്ലുക, ആത്മഹത്യ ചെയ്യുക. അൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ അതിലെല്ലാവരും പെട്ടു, എല്ലാ മനുഷ്യരും. അത് സാധാരണക്കാരനാവട്ടെ, പണ്ഡിതനാവട്ടെ, സമൂഹത്തിന് വലിയ സേവനം ചെയ്ത ഉമറാക്കള കൂട്ടത്തിൽപ്പെട്ടവനാവട്ടെ, ആര് ആത്മഹത്യ ചെയ്താലും അത് വൻദോഷമാണ്. അതിന് നമുക്കൊരിക്കലും ന്യായീകരിക്കാനാവൂല. എന്നാലും ആത്മഹത്യ ചെയ്യുമ്പോഴത്തേക്കും കുറെ ആളുകളെ ചർച്ച എന്താ? ഒന്നടങ്കം ഈ മുസ്ലിയാർ സമൂഹത്തിനെ തന്നെ കുറ്റപ്പെടുത്താൻ. മൗലാമാർക്ക് തന്നെ ഇപ്പൊ ഈമാനില്ല, ആത്മഹത്യ ചെയ്യുന്ന കണ്ട. കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ആത്മഹത്യ ചെയ്തതിന് ഈ സമൂഹത്തെ ഒന്നടങ്കം കുറ്റപ്പെടുത്തേണ്ടതുണ്ടോ? എന്നല്ല, അയാളെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയോ? ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് തന്നെ ഈമാനില്ല എന്ന് പറയാൻ പാടില്ല എന്നാണ്. സ്വഹീഹ് മുസ്ലിമിൽ ഒരു അധ്യായം തന്നെയുണ്ട്, ബാബു ദലീലി അലാ അന്ന ഖാതില നഫ്സിഹി ലാ യക്ഫുർ. ആത്മഹത്യ ചെയ്തവൻ അവൻ അവിശ്വാസിയല്ല, കാഫിറല്ല എന്ന് തെളിവ് സഹിതം സമർത്ഥിക്കുന്ന അധ്യായം. എന്നിട്ട് ആ അധ്യായത്തിൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്നുണ്ട് ഒരു ചെറിയ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ദൗസ് ഗോത്രത്തിൽപ്പെട്ട 2 ആളുകൾ ഹിജറ പോയി. ഹിജറ വലിയ കൂലിയുള്ള കാര്യമാണ്.
എല്ലാം വിട്ടിട്ട് മക്കയിൽ നിന്നുള്ള സമ്പാദ്യവും മറ്റൊക്കെ വിട്ടിട്ട് അവർ ദീനു വേണ്ടിയിട്ട് മദീനയിലേക്ക് പോകുന്നതിനെ പറ്റിയല്ലേ ഹിജറ എന്ന് പറയാ. അത് വലിയ കൂലിയുള്ള കാര്യമാണ്. ദൗസ് ഗോത്രത്തിൽപ്പെട്ട രണ്ടാളുകൾ, ഒരാളെ പേര് ഹദീസിലുണ്ട് തുഫൈൽ ബിൻ അംർ റളിയല്ലാഹു അൻഹു, മറ്റാളെ പേര് ഹദീസിലില്ല. അങ്ങനെ രണ്ടുപേരും മദീനയിലെത്തി. മദീനയുടെ ക്ലൈമറ്റ് രണ്ടുപേർക്കും പറ്റിയില്ല. രണ്ടാൾക്കും അസുഖം ബാധിച്ചു, അസുഖം മൂർജിച്ചു. തുഫൈൽ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള ആൾക്ക് അസുഖം മൂർജിച്ചിട്ടത് താങ്ങാനായില്ല. അയാൾ ആത്മഹത്യ ചെയ്തു. എങ്ങനെയാ ആത്മഹത്യ ചെയ്തത്? നല്ല മൂർച്ചയുള്ള ഒരു ആയുധം എടുത്തിട്ട് അയാളുടെ കയ്യിന്റെ വിരൽ അയാൾ മുറിച്ചു. ഈ ഞരമ്പെല്ലാം കട്ടാക്കിയിട്ട് ചോര വാർന്നിട്ട് ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കേൾക്കില്ലേ? അതേപോലെ അയാളുടെ ബറാജിം എന്ന് അറബിയിൽ പറയും. അതായത് ഈ സന്ധി, വിരലിന്റെ സന്ധി അയാൾ സ്വന്തം കൈകൊണ്ട് ആയുധം, മൂർച്ചയുള്ള ആയുധം കൊണ്ട് മുറിച്ചു. എന്നിട്ട് ചോര വാർന്ന് അയാൾ അങ്ങ് മരിച്ചുപോയി. ആത്മഹത്യയാണ് ശരിക്കും. അങ്ങനെ കൂട്ടുകാരനായ തുഫൈൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സ്വപ്നത്തിൽ കാണുന്നുണ്ട്. ഇത് സ്വഹീഹ് മുസ്ലിമിൽ ഹദീസാണ്, ഏതെങ്കിലും സ്വപ്നകഥയല്ല, സ്വഹീഹായ ഹദീസാ. സ്വപ്നത്തിൽ കാണുമ്പോൾ ഹദീസിലുണ്ട് വഹൈഅതുഹു ഹസന, ആത്മഹത്യ ചെയ്ത ആൾ ആഖിറത്തിലെ അവസ്ഥ നല്ല അവസ്ഥയാണ്, അയാൾക്ക് മോശമൊന്നുമില്ല, അയാൾ ശിക്ഷയിലോ അദാബിലോ ഒന്നുമല്ല, നല്ല റാഹത്ത് തന്നെ അയാൾ ആഖിറത്തിലുണ്ട്. അപ്പൊ തുഫൈൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ സ്വനഅ ബിക റബ്ബുക, നിങ്ങൾ ആത്മഹത്യ ചെയ്ത് മരിച്ചതല്ലേ, പടച്ചോൻ എന്താ ചെയ്തത്? അപ്പൊ അയാൾ കൊടുക്കുന്ന മറുപടി എന്താ? ഗഫറലി ബിഹിജ്റതി ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിലും ആത്മഹത്യക്ക് മുമ്പ് ഞാൻ ചെയ്തൊരു സൽക്കർമ്മം ഉണ്ടല്ലോ, നബി തങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഹിജറ പോന്നില്ലേ, ആ ഹിജറിന്റെ ബറക്കത്ത് കൊണ്ട് എൻ്റെ എല്ലാ തെറ്റും അല്ലാഹു തആല പുറത്തു തന്നു. പക്ഷെ നോക്കുമ്പോൾ അയാളെ കൈ കെട്ടിയിട്ടാണ്. നമ്മളെ ഈ കൈയെല്ലാം മറ്റേ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാർ ഇങ്ങനെ പിടിച്ചിട്ട് കെട്ടൂലെ, മൂടിയിട്ട് കെട്ടൂലെ, അതേമാതിരി കൈ കെട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ തുഫൈൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാണ് നിങ്ങളെ കൈ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്, ബാൻഡേജ് ഇട്ട് എന്തിനാ? അപ്പൊ പറഞ്ഞു, ഞാൻ പടച്ചോന്റെ അടുത്ത് എത്തപ്പോൾ പടച്ചോൻ എന്നോട് പറഞ്ഞു, എന്താ അറിയോ, മാ നുസ്ലിഹു മാ അഫ്സത്ത, നിന്റെ കൈ നീ എന്നെ കേട് വരുത്തിയല്ലേ, ഞങ്ങളല്ലല്ല, അതുകൊണ്ട് അത് നമ്മൾ നന്നാക്കാൻ പോകുന്നില്ല, അത് അങ്ങനെ തന്നെ കിടക്കട്ടെ. അപ്പോ ആത്മഹത്യ ചെയ്ത മനുഷ്യൻ ശിക്ഷയില്ലെങ്കിലും കൈ ഒടിഞ്ഞിട്ട് ആഖിറത്തിൽ വന്നിട്ടുണ്ട്. ഈ സംഭവം സുവൈക്ക് മഹാനായ തുഫൈൽ റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കണ്ട കാര്യം നബി തങ്ങളോട് ചെന്നിട്ട് പറഞ്ഞപ്പോൾ നബി തങ്ങൾ ആത്മഹത്യ ചെയ്ത സ്വഹാബിക്ക് വേണ്ടി ദ്വാരന്ന് കൊടുക്കുന്നുണ്ട്, അല്ലാഹുമ്മ വലിയദൈഹി ഫഗ്ഫിർ, എല്ലായിടത്തേക്കും അല്ലാഹു തആല പുറത്തു കൊടുത്തല്ലോ, ഇനി കയ്യിനല്ലേ ഒരു പ്രശ്നം ബാക്കിയുള്ളൂ, അതും കൂടി നീ അങ്ങ് പുറത്തു കൊടുത്തേക്ക് റബ്ബേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ കൈക്ക് വേണ്ടി മഗ്ഫിറത്ത് ചെയ്ത സംഭവം സ്വഹീഹ് മുസ്ലിമിലുണ്ട്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാ, അന്നമൻ ഖതല നഫ്സ, ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന് വെക്ക്, കബീറത്തൻ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വലിയ ഒരു തെറ്റ് ചെയ്തു എന്ന് വെക്ക്, വമാത മിൻ ഗൈരി തൗബ, അയാൾ തൗബ ചെയ്യാതെ അങ്ങനെ തന്നെ ആ തെറ്റ് ചെയ്തിട്ട് മരിച്ചുപോയി എന്ന് വെക്ക്, എന്നാ തന്നെ ലാ യക്ഫുർ, അയാളെ പറ്റി കാഫിറ എന്ന് പറയാൻ പാടില്ല, അയാൾക്ക് ഈമാനില്ലായിരുന്നു എന്ന് പറയാൻ പാടില്ല, എന്നല്ല വലാ യുഖ്തഉ ലഹു ബിന്നാർ, അയാൾ നരകത്തിലാണ് എന്ന് 100% ഉറപ്പിച്ചിട്ടും പറയാൻ പാടില്ല. മറിച്ച് എന്താ പറയണ്ടേ? ബൽ ഹുവ ഫീ ഹുക്മിൽ മശീഅ, അവന്റെ കാര്യം പടച്ചോന് വിട്ടതാണ്, അള്ളാഹിന്റെ തീരുമാനത്തിന് വിട്ടതാണ്. ചിലപ്പോൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും, ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആത്മഹത്യ ചെയ്തതിന്, ആ വൻദോഷം ചെയ്തതിന് സമാനമായ നിലക്കുള്ള ശിക്ഷ കാലാകാലം, ദീർഘകാലം, കാലാകാലം നരകത്തിൽ കിടക്കൂലല്ലോ ഈമാനുള്ളവർ, ദീർഘകാലം ചിലപ്പോൾ അയാൾക്ക് നരകത്തിൽ അതുപോലെ അള്ളാഹു ശിക്ഷ കൊടുത്തു എന്ന് വരാം. അപ്പൊ അതുകൊണ്ട് ആത്മഹത്യ ചെയ്തവനെ പറ്റി വരെ നമുക്കൊരിക്കലും അയാൾ നരകത്തിലാണെന്നോ അയാൾ കാഫിറായെന്നോ പറയാൻ പാടില്ല. പിന്നെ എങ്ങനെയാണ് കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ആത്മഹത്യ ചെയ്തതിന്റെ പേരിൽ ഒരു സമൂഹത്തെ ഒന്നടങ്കം ഈമാനില്ലാത്തവരായി ചിത്രീകരിക്കാം? ഇതിൻ്റെ ഒന്നും അർത്ഥം ആത്മഹത്യ ആരും ചെയ്യണമെന്നല്ലട്ടാ, ആരും അങ്ങനെ അതിന് നിസ്സാരമാക്കാൻ വേണ്ടി പറഞ്ഞാലേ. ഞാൻ തുടക്കം തന്നെ പറഞ്ഞിരുന്നു, ആത്മഹത്യ വലിയ തെറ്റാണ്. ഖാത്തിലു നഫ്സിഹി കഗൈരി, മിൻഹാജിൽ നഈമാൻ പറഞ്ഞില്ലേ, ആത്മഹത്യ ചെയ്ത ആളെയും സാധാ മുസ്ലിമിനെ പോലെ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, മുസ്ലിമീങ്ങളെ ഖബർസ്ഥാനിൽ മറമാടണം എന്ന് മിൻഹാജിൽ നഈമാൻ പറഞ്ഞു. അപ്പൊ ഇബ്നു ഹജർ തങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ആത്മഹത്യ ചെയ്തയാളുടെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാതെ മാറി നിന്നത്? നബി തങ്ങൾ മയ്യത്ത് നിസ്കരിക്കാതെ മാറി നിന്ന സംഭവമുണ്ട് ആത്മഹത്യ ചെയ്ത ആളുടെ പേരിൽ. അതിനുള്ള ന്യായം ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്, അതുപോലത്തെ ഒരു കുറ്റകൃത്യം, കടുങ്കൈ ഇനി ലോകത്താരും ചെയ്യരുതേ എന്ന് ലോകത്തെ മുഴുവനും ആത്മഹത്യയിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ടാണ് നിബിധങ്ങൾ മയ്യത്ത് നിസ്കരിക്കാതെ മാറി നിന്നത്. അത് ആത്മഹത്യയുടെ ഗൗരവം സമൂഹത്തിന് നിബിധങ്ങൾ പഠിപ്പിച്ചു തന്നതാണ്. നിബിധങ്ങൾ നിസ്കരിക്കാതെ മാറി നിൽക്കുമ്പോൾ നമുക്ക് അതിന്റെ ഗൗരവം മനസ്സിലാകണം, എത്ര വലിയ തെറ്റാണ് അത് എന്ന്.
അപ്പം അതുകൊണ്ട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഈ ദുനിയാവിലെ ജീവിതത്തിൽ സ്വാഭാവികമാണ്. അതിൽ ക്ഷമിക്കുന്നവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്നാണ് നിങ്ങൾ ഖുത്ബയിൽ ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിച്ചുപോയ സഹോദരനിക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ചിന്തകളിൽ നിന്ന്, അത്തരം കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. ഇതിന് അയാൾ മാത്രമല്ല ശരിക്കും ഉത്തരവാദി. കുറേ കടം കയറിയിട്ടാണ് പോലും മരിച്ചത്. ഇങ്ങനെ കടം കയറിയിട്ട് പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലൊക്കെ അകപ്പെട്ടിട്ട് ഒരാൾ മരിക്കുമ്പോൾ അയാൾ മാത്രമല്ല ഉത്തരവാദിയാവുന്നത്, സമൂഹം ഒന്നടങ്കം ഉത്തരവാദികളാണ്. കാരണം നമ്മൾ മുമ്പ് പ്രസംഗിച്ചിരുന്നു, സമ്പന്നരായ ആളുകൾക്ക് വെറും സക്കാത്ത് കൊടുക്കൽ മാത്രമല്ല ബാധ്യത, കടമുള്ള ആളുകൾക്ക് സക്കാത്ത് വാങ്ങാൻ അവകാശമുണ്ട്. അവരുടെ സക്കാത്തിന്റെ സമ്പത്ത് കൊണ്ട് കടം വീടാതെ വരുമ്പോൾ ഇത്തരം ആളുകളുടെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലൊക്കെ ഇടപെടുന്നത് ലോകത്തുള്ള എല്ലാ സമ്പന്നരുടെയും ബാധ്യതയാണ്. ആരെങ്കിലും നമ്മുടെ നാട്ടിൽ പട്ടിണി കിടക്കുന്നുണ്ട്, വീടില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്, കടത്തിൽ കുടുങ്ങിയിട്ടുണ്ട്, കണ്ടറിഞ്ഞിട്ട് നമ്മളെ കയ്യിൽ നമ്മുടെ ആവശ്യത്തിൽ കവിഞ്ഞ സമ്പത്തുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവർക്ക് നമ്മുടെ സഹായം എത്തിയിരിക്കണം. അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത് അയാൾ മാത്രമല്ല കുറ്റക്കാരാവുക, അയാളെ കാര്യം പരിഗണിക്കാത്ത, മെയിൻറ്റ് ചെയ്യാത്ത എല്ലാ സമ്പന്നരും കുറ്റക്കാരായി പോകും. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു ശ്രദ്ധ, നമ്മുടെ പരിസരങ്ങളിലോ നമ്മളോ പരിചയത്തിലോ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വലിയ പ്രയാസത്തിലൊക്കെ ഉണ്ടെങ്കിൽ, നമ്മളാൽ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംവിധാനങ്ങൾ ചെയ്യാമല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുള്ള കാലത്ത് എങ്ങനെയും ആളുകൾക്ക് സമ്പത്തുണ്ടാക്കി കൊടുക്കാനും അവരെ പ്രയാസങ്ങൾ അകറ്റാനൊക്കെ സംവിധാനങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തണം. ആരെയും ആത്മഹത്യൻ്റെ വക്കീലേക്ക് എത്തിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നബിയിൽ മുസ്തഫ.